അഗസ്ത്യ സാറിന് സ്റ്റേ ചെയ്യാൻ ഈ പ്ലേസ് ഉള്ള നല്ല ഹൈ ക്ലാസ് ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ തല കാണില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ. ഓക്കെ സാർ. മോളെ, ഇത്രയും ദൂരം മോൾ ഒറ്റയ്ക്ക് പോകണോ? ഞാൻ ഒറ്റയ്ക്കല്ല അമ്മ, ഗീത ചേച്ചിയുണ്ട്. മോളെ, ഇപ്പോൾ ഉള്ള ജോലി പോരെ, വേറെ ജോലിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ അമ്മ ഇപ്പോൾ ഉള്ള ശമ്പളം കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുമോ? പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലോട്ട് പോകും കേട്ടോ. ശരി, സൂക്ഷിച്ചു പോണേ. ശരി അമ്മ. ഏതോ ഹോട്ടലിലാണ് ഇന്റർവ്യൂ എന്നാ പറഞ്ഞത്. ആ ശരിയാ, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. എന്തിനാ? അല്ല, ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ ഞാൻ ആദ്യമായിട്ടാ. പിന്നെ ഞാനെന്താ നേരത്തെ പോയിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ടാ. വാ എന്തായാലും. എന്താടോ ഇത്? ഇതെന്നെ മറൂൺ കളർ കോട്ട്. സാറിന് കളറൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? പോയി ബ്ലാക്ക് കളർ കൊണ്ടുപോവാ. ഇപ്പൊ നിന്റെ തല പോയാലേ. ശരി സാർ. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഈ അഗസ്ത്യ സാർ ഇങ്ങനെ? സാർ എങ്ങനെയാ? സാറിന് കറുപ്പ് മാത്രമാണ് ഇഷ്ടം. നാട്ടിലെ ഒരു വലിയ ജന്മിയുടെ മകനായിരുന്നു അഗസ്ത്യ സാർ. ആരൊക്കെ ചേർന്ന് സാറിന്റെ അച്ഛനെയും അമ്മയെ കൊന്നു. കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര സ്വത്ത് മാത്രമായി സാറിന് കൂട്ട്. പിന്നീട് സാറ് നാട് വിട്ടു. അവിടെ സാർ ഒരു വലിയ മാഫിയ ഗ്യാങ് ഉണ്ടാക്കി. അവിടെ സാർ ഒരു രാജാവിനെ പോലെ വളർന്നു. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തതുപോലെ. ഇപ്പോൾ ദിവസം എത്ര എണ്ണത്തിനെ കൊല്ലുമെന്ന് കണക്കില്ല. അതൊരു ഹോബിയായി മാറിയിരിക്കുക സാറിന്. ചൂണ്ടുന്നത് എന്തും സ്വന്തമാക്കാൻ കഴിവുള്ള ആള്. ബോറടിക്കുമ്പോൾ ഇതുപോലെ നാട്ടിൽ വരും. പിന്നെ ഇഷ്ട ബ്രാൻഡ് മദ്യവും കൂടെ പെണ്ണും. ഇത് രണ്ടും സാറിന്റെ വീക്ക്നെസ്സാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ ചീത്തശീലവും ഉണ്ട്. പിന്നെ ഇന്നിവിടെ സ്റ്റേ. അപ്പൊ ഇന്നും കാണുമല്ലോ പെണ്ണും കള്ളും ഒപ്പിച്ചോ. എല്ലാം റെഡി. ഇനി സാറൊന്ന് വന്നാൽ മാത്രം മതി. ഇന്റർവ്യൂവിന് എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഇവിടെ ഒരു VIP ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് റൂമിലേക്കാക്കി ഇന്റർവ്യൂ. ഓ, കുട്ടിയുടെ പേരെന്താ? വൈക. വൈക, താൻ റൂമിൽ പോക്കോ. ആരെയും കാണുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വൈക അല്ലേ? അതെ സർ. സർട്ടിഫിക്കറ്റ്സ് തരൂ. ദാ സർ. ഞങ്ങളുടെ ഒരു സർവീസ് കമ്പനിയാണ്. അപ്പോൾ വൈകയ്ക്ക് എന്ത് ഡ്യൂട്ടി തന്നാലും ചെയ്യുമല്ലോ അല്ലേ? Sure sir, I'm ready to give my 100% sir. Good. Sir, എന്തിനാ ലോക്ക് ചെയ്യുന്നേ? അടോ, അഗസ്ത്യ സർ വന്നു. ഇതാണ് സർ റൂം. ഞാൻ ഫ്രഷ് ആയാലുടൻ എന്താ വേണ്ടതെന്ന് തനിക്കറിയാമല്ലോ അല്ലേ? ഒരു സെക്കൻഡ് വൈകിയാൽ. നോ സർ. പെണ്ണ് റെഡിയായോ? അത് പിന്നെ ആ പെണ്ണിന് ഇനി ഇന്ന് വരാൻ പറ്റില്ലെന്ന്. എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ തല പോകും. തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേടോ. സർ പേടിക്കണ്ട, വേറൊരു പെണ്ണുണ്ട്. പുതിയ പെണ്ണാ. അവക്ക് ഇച്ചിരി ഡിമാൻഡ് കൂടും. എന്തായാലും വേണ്ടില്ല. ആ പെണ്ണിനെ എത്രയും വേഗം റൂം നമ്പറും 503 എത്തിക്കണം. ഞാൻ എവിടെ കാണും. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വർക്ക് ചെയ്യാൻ ആപ്റ്റാണോ എന്ന് അറിയണ്ടേ ഞാൻ? ബോഡിയുടെ മാറി നിൽക്കടോ. തന്നോട് ഞാൻ എന്താടോ പറഞ്ഞത്? ഫ്രഷായ ഉടനെ എനിക്ക് കിട്ടിയിരിക്കണമെന്ന്. എവിടെയോ പെണ്ണ്? അത് സർ, പെണ്ണ് പുതിയൊരു പെണ്ണെന്നാ പറഞ്ഞ്. ചിലപ്പോൾ ആ കുട്ടിക്ക് മടി കാണും, അതായിരിക്കും താമസിക്കുന്നത്. പറഞ്ഞ പോലെ ചെയ്യണം. എൻ്റെ ഇത്രയും ടൈമും മൂടും കളഞ്ഞ് തന്നെ. അയ്യോ സർ, വേണ്ട സർ, ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും പ്ലീസ് സർ. നോ. എൻ്റെ ഈശ്വര.
കാര്യം വരുതിയിലാക്ക്. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാത്തിൻ്റെ തല പോകും. താൻ എന്താ ഈ പറയുന്നേ? ഇയാളാരാ? ചെല്ലു വച്ചേ. സർ സർ ഇതാ കുട്ടി. എന്നാ ഞാനങ്ങോട്ട്. ശരി, ചെല്ല്. ഡോർ പുറത്തൊന്ന് ലോക്ക് ചെയ്തേക്ക്. അത് ഞാൻ. സോ ബ്യൂട്ടിഫുൾ. നീ ആ സ്കോച്ച് ഓപ്പൺ ചെയ്തിട്ട് ഒരു പൊക്ക് ഒഴിക്ക്. ഞാനോ? തനിക്കെന്തിനാ ഞാനിത് ചെയ്തു തരുന്നത്? അയാളെന്താ ഡോർ ലോക്ക് ചെയ്തേ? നീ പുതിയ ആളാന്നാ ആ മാനേജർ പറഞ്ഞിരുന്നത്. കണ്ടാലേ അറിയാം, അധികമൊന്നും ആരും യൂസ് ചെയ്തിട്ടില്ല. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇത് തുറക്കുന്നില്ലല്ലോ. എവിടെ പോവാ നീ? താൻ ഈ വാതിൽ തുറക്കുന്നുണ്ടോ? എന്തിനാ? നിന്റെ ഡ്യൂട്ടി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുന്നേ പോണോ നിനക്ക്? ഇയാളെന്താ ഇങ്ങനെ? പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. നീ നിന്റെ ഡ്യൂട്ടി തുടങ്ങ്. വാ നീ. എന്റെ കൈ വിട്. വാടി ഇവിടെ. വിടാനല്ല നിന്നെ കാശ് കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുത്തിച്ചത്. എന്റെ ആവശ്യം കഴിയാതെ നിന്നെ ഞാൻ വിടില്ല. കാശോ? നിങ്ങൾക്ക് ആള് മാറിയതാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ആള് മാറിയെന്നോ? വാടി ഇവിടെ. വിട്. ഞാൻ പറയുന്നത് സത്യമാ. പ്ലീസ് ഒന്ന് വിശ്വസിക്ക്. അപ്പൊ നീ ഏതാ? ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്നതാ. പക്ഷെ അവർ എന്നെ ചതിച്ചു. അയാൾക്ക് മറ്റു പല ഉദ്ദേശങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. നീ അല്ലാതെ വേറെ ആരെങ്കിലും വരുമോ ഇവിടൊക്കെ ഇന്റർവ്യൂവിന്? ആ മാനേജർ. ഡോർ അൺലോക്ക് ചെയ്യണോ? പിന്നെ താൻ എൻ്റെ മുമ്പിൽ വന്നു പോയേക്കരുത്. എന്ത് പറ്റി സാർ? പറ്റിയത് ഇറങ്ങിപ്പോ. മാനേജറെ ലോക്ക് മാറ്റിട്ടുണ്ട്. ചില മനുഷ്യന് മൂടുകളെ. നീ പോയില്ലേ? പോകാൻ. ഈശ്വര, അയാൾ പുറത്തുണ്ടല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? എന്റെ ദൈവമേ. അയ്യോ, അയാളാണെന്ന് തോന്നുന്നു വാതിൽ കൊട്ടുന്നത്. ഈശ്വര, അത് എന്നെ ഒന്ന് രക്ഷിക്കുമോ? ആ ഡോർ കൊട്ടുന്നത് അവരാ. ഞാനിവിടെ ഉണ്ടെന്ന് പറയില്ല, പ്ലീസ്. എന്താ? അയ്യോ, സാറായിരുന്നു. സാർ, ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നു. ഇങ്ങോട്ടെന്ന് പറഞ്ഞ എങ്ങോട്ടാ? എൻ്റെ റൂമിലോട്ടോ? എന്നാ ഉണ്ട് ഒരു പെൺകുട്ടി. എന്താ വേണതിന് നിനക്ക്? എന്റെ ദൈവമേ, ഇങ്ങനെന്തോ ഈ പറയുന്നേ? അയ്യോ ഇല്ല സർ, വേണ്ട. ശരി സർ, ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. ശരി. ഓ, പോയി. താങ്ക് യു സോ മച്ച്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത് പോയിത്താ. നിക്ക്, താഴെ എൻ്റെ ആൾക്കാർ കാണും. അവരോട് പറ കൊണ്ടുവിടാൻ. ഇങ്ങർക്ക് ഇങ്ങനെയൊക്കെ തോന്നുമോ? ഞാൻ തന്നെ പോകോളാം. തോന്നി അവന്റെ വായി തന്നെ ചെന്ന് കേറത്തുള്ളൂ. ഈ പെണ്ണെന്ന് പറഞ്ഞ് മറക്കം അങ്ങനെയാണല്ലോ. ശരീരത്തിന് മാത്രം കൊള്ളാം, മറ്റൊന്നിനും കൊള്ളില്ല. എന്താ പറഞ്ഞേ? നീ പോകുന്നുണ്ടോ? പോവാടോ, അല്ലാതെ ഇവിടെ കിടക്കാനും വന്നേയല്ല. ഈശ്വര, ഒരു വാശിക്ക് ഇറങ്ങിയതാ. അയാൾ പറഞ്ഞുകൊണ്ട് ആ മാനേജറിനോട് പറയാം. ഹലോ ചേട്ടാ, എന്നെ ഒന്ന് വുമൻസ് ഹോസ്റ്റലിൽ വരെ ഒന്ന് കൊണ്ടുവിടുവോ? ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ? ഒന്നുമില്ല. താൻ വണ്ടി എടുക്ക മര്യാദക്ക്. എടീ, നീ ആരുടെ വണ്ടിയിലാ വന്നിറങ്ങി? ഏതോ ഒരു പണക്കാരനായ വട്ടന്റെ. പണക്കാരനായ വട്ടനോ? ഇത് അഗസ്ത്യയുടെ വണ്ടിയല്ലേ? അഗസ്ത്യയുടെയോ? മാഫിയ കിങ്ങോ? അതെ,
എന്റെ ദൈവമേ, അങ്ങേരുടെ റൂമിലാണോ ഞാൻ ചെന്നുപെട്ടത്? മാനവും ജീവനും കിട്ടിയത് തന്നെ ഭാഗ്യം. എന്താടി ആലോചിക്കുന്നേ? നീ ഒന്നുമില്ല. നീ എങ്ങനെയാ വണ്ടി വന്നേ? ലിഫ്റ്റ് കിട്ടിയതാ. നീ അത് വിട്. തനിക്ക് കണ്ടുകൂടെയാണോ? ഈശ്വര, ഇത് ആകസ്യല്ലേ? നീ വണ്ടിയെ കയറ. അത് എന്തിനാ? കേറാനല്ലേ പറഞ്ഞത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? പറയാം. എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം. എന്നെ എല്ലാ തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കാര്യങ്ങളിൽ ഒന്നും അനാവശ്യമായി ഇടപെടാത്ത ഒരു ഗേൾ ഫ്രണ്ട്. പിന്നെ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. പറ്റുമോ നിനക്ക്? ചുരുക്കി പറഞ്ഞ അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്നോടുള്ള ക്രേസ് തീരുന്നവരെ മാത്രം. താൻ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ അത്രക്കാരിയല്ല. തനിക്ക് പണം മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം ഇപ്പൊ മനസ്സിലായി. നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എന്തോ എനിക്ക് നിന്നെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നിന്നോട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിപ്പോയി. നിന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് പെൺപിള്ളേർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതാ ഈ കാര്യത്തിന്. എന്നാ ആളുകളിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കോ. ഒന്നും വേണ്ട, ഒരു 5-6 ആയിക്കോട്ടെ. നിക്ക്, നിന്റെ വീടിന്റെ മൂത്രപത്രമാണോ ഇത്? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ? നിങ്ങളോടാ ചോദിച്ചത്. ഇത് ഞാൻ ബാങ്കിൽ ലോണിനും വെച്ചതല്ലായിരുന്നു. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ? ഇതെനിക്ക് എടുക്കാമെങ്കിൽ വേറെ പലതും എനിക്കെടുക്കാം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡീലിനെ സമ്മതിക്കുകയാണെങ്കിൽ നിനക്കുണ്ടായിട്ടുള്ള എല്ലാ കടവും ഞാൻ തീർത്തു തരാം. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. അമ്മ എന്താ ഈ പറയുന്നേ? ചെത്തിയോ? 2 മാസം കൂടെ ടൈം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഗീത ചേച്ചി, എനിക്ക് കുറച്ച് പൈസ കടം തരുമോ? എത്ര വേണ്ടേ? ഒരു 2 ലക്ഷം രൂപ. 2 ലക്ഷമോ? എൻ്റെ കയ്യിൽ 2000 എടുക്കാനില്ല. അപ്പോഴാ ഞാൻ കരുതി വല്ല 500-1000 ആയിരിക്കുമെന്ന്. ഇനി ഞാൻ എന്താ ചെയ്യുന്നേ? മോളെ, അവര് പറയുന്ന 5 ലക്ഷം രൂപ കൂടെ നമ്മൾ അടയ്ക്കണമെന്ന്. ഇനി 5? ഞാനിവിടെ 2 രൂപയ്ക്കാൻ പെടുന്ന പാട്. എന്തോ കളികൾ നടക്കുന്നുണ്ട് മോളെ. ഈ വീട് പോയ പിന്നെ ആത്മഹത്യയുള്ള വഴി അമ്മയ്ക്ക്. അമ്മ എന്താ പറയുന്നേ? പിന്നെ ഞാൻ എന്താ മോളെ വേണ്ടേ? നിന്റെ താഴെ 2 പെൺപിള്ളാരാ. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ എവിടെ പോകും? അമ്മ സമാധാനിക്ക്, ഒരു വഴി ഉണ്ടാക്കാം. ഇതെല്ലാം അങ്ങയുടെ കളിയാ. സർ, ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. കയറ്റി വിട്. താനിപ്പോ ഞങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കുന്നേ. എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് കാണണോ? എനിക്ക് സമ്മതമോ നിങ്ങളുടെ ഡീലിന്? വാട്ട്? നീ ഇത്ര വേഗം സമ്മതിച്ചോ? പക്ഷെ ഒരു കണ്ടീഷൻ. ഇതൊന്നും എന്റെ വീട്ടിൽ അറിയാൻ പാടില്ല. എനിക്ക് നിന്റെ ആ കണ്ണീരൊന്നും കാണണ്ട. നാളെ തന്നെ റെഡി ആയിരിക്കും. എഗ്രിമെന്റ് ഒക്കെ നാളെ എഴുതും.